ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കർക്കിടക കഞ്ഞി വെക്കാൻ പോവാം. അര ഗ്ലാസ് ചെറുപയർ, അര ഗ്ലാസ് ഉണക്കലരി, 1 ടീസ്പൂൺ ഉലുവ, ഇത്ര മാത്രം ചേർത്ത് ഞാനിന്ന് കർക്കിടക കഞ്ഞി വെക്കുന്നത്. ഇത് കഴുകി 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് കുക്കറെ വേവിക്കാം. കുക്കറെ വേവിച്ച് കുറച്ച് തേങ്ങായും ചിരണ്ടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഉപയോഗിക്കാം. സിമ്പിൾ കർക്കിടക കഞ്ഞി. ഓക്കെ, ഞാൻ കഴുകി കുക്കറിലൊക്കെ വെക്കട്ടെ. 1 മണിക്കൂർ കുതിർക്കാൻ വെച്ചതിന് ശേഷം ഞാൻ കുക്കറിൽ അടുപ്പേ വെച്ചു. ഇത് ഒറ്റ സ്റ്റീം മതി. 1 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം. ഓക്കെ, കർക്കിടക കഞ്ഞി ഇവിടെ സ്റ്റീം വന്നു. ഓഫാക്കിയേക്കാം. ഒറ്റ സ്റ്റീം മതി. ഓക്കെ, കർക്കിടക കഞ്ഞിയുടെ പാകമായി. ഇനി തേങ്ങ ഇടണം. തേങ്ങ, ആവശ്യത്തിന് ഉപ്പ്, ഉപ്പും ചേർത്ത് നമുക്ക് ചൂടോടെ ഉപയോഗിക്കാം. നമ്മുടെ ഉലുവാക്കഞ്ഞി ഇവിടെ റെഡി. നമുക്ക് സെർവ് ചെയ്യാം. കർക്കിടക കഞ്ഞി ഞാനിവിടെ സെർവ് ചെയ്തു. അതിന് കൂട്ടാനായിട്ട് പത്തിലത്തോരൻ. ഇനി എന്ത് വേണമില്ലേ? എല്ലാവരും ട്രൈ ചെയ്യൂ. അടുത്തൊരു ഔഷധക്കഞ്ഞിയായിട്ട് വരുന്നവരെ ബൈ, ഗുഡ് നൈറ്റ്.